നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി EDയുടെ ചോദ്യമുനയിലേക്ക് വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ED വീണയ്ക്ക് നോട്ടീസ് നൽകി. വീണയും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയും ഉൾപ്പെടെ 9 പേർക്കാണ് EDയുടെ സമൻസ്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ റെയ്ഡിന് പിന്നാലെ ദ്രുതഗതിയിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ ടി, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, CMRLലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനുവേണ്ടി ചിലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SFIOയുടെ കയ്യിലുള്ള 134 രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി കോടതി അംഗീകരിച്ചിരുന്നു. ഈ രേഖകളുടെയും റെയ്ഡിൽ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. കമ്പനീസ് ആക്ട് പ്രകാരം വീണ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ്. സംസ്ഥാന സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ഈ ലൂട്ടിങ് നടന്നിട്ടുള്ളത്. 200 കോടി രൂപയിലധികം വരും. അതിൽ അക്കൗണ്ടിൽ തന്നെ 2,86,00,000 രൂപ വീണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ തന്നെ ആ സ്റ്റാറ്റസിൽ തന്നെ മറുപടി പറയേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. ഇതിന്മേൽ അന്വേഷണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പണം തിരികെ പിടിക്കാനുള്ള നടപടിയും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാണ്. CMRLന് സേവനം ലഭിച്ചത് പിണറായി വിജയനിൽ നിന്നാണെന്ന് മാത്യു കുഴൽനാടൻ MLA. എന്തിനു വേണ്ടി പണം നൽകി, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കേസ് അന്വേഷണത്തിനുള്ള നിയമ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞതോടെ പിടിമുറുക്കുകയാണ് ED. 24 കൊച്ചി. പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ CPIM എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ചോദ്യം. പാർട്ടി അംഗമല്ലാത്ത വീണയുടെ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിനെ അവർ വ്യക്തിപരമായി നേരിടട്ടെ എന്ന അഭിപ്രായമുള്ളവർ നേതൃത്വത്തിലുണ്ട്. പ്രതികരിക്കേണ്ടത് വീണയെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ജോൺ ബ്രിട്ടാസ് MPയും പ്രതികരിച്ചു. മാസപ്പടി കേസിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന വീണ തൈക്കണ്ടിയെ എങ്ങനെ സമീപിക്കുമെന്നതാണ് CPM നേതൃത്വം മുന്നിലുള്ള ചോദ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ പരിഗണിക്കണോ, അതോ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ വേണോ എന്നതാണ് പാർട്ടിക്ക് മുന്നിലുള്ള പ്രശ്നം. മകളെ ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. മാസപ്പടി കേസിൽ വീണയുമായി ബന്ധമുള്ള വീടുകളിൽ ED റെയ്ഡിനെത്തിയപ്പോൾ പിണറായിക്കെതിരായി നീക്കമെന്ന് വ്യാഖ്യാനിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അക്രമത്തോടെ കൈപൊള്ളിയ അനുഭവവും CPIMന് മുന്നിലുണ്ട്. ബിസിനസ് നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ കേസുകളെ വീണ സ്വന്തം നിലയിൽ നേരിടുന്നതാണ് ഉചിതമെന്ന അഭിപ്രായം CPIMൽ ശക്തിപ്പെടുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അതിൽ വീണയുടെ കമ്പനിക്ക് കരാർ കൊടുത്തു. ആ കരാറ് സുതാര്യമായ കരാറാണോ, അതനുസരിച്ചുള്ള സേവനങ്ങൾ വീണ കൊടുത്തിട്ടുണ്ടോ, അതിലൊരു തട്ടിപ്പുണ്ടോ, ഇതൊക്കെ ഒരു തർക്ക വിഷയമാണ്. മാസപ്പടി കേസിൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കരിമണൽ കമ്പനി മേധാവിയുടെ ഡയറിയിലുള്ള മറ്റു പേരുകാരിലെ കൂടി അന്വേഷണം വേണമെന്ന ആവശ്യം CPIM രാഷ്ട്രീയമായി ഉയർത്തിയേക്കും. എന്നാൽ ശശിധരൻ കർത്തയുടെ ഡയറിയിലെ PV എന്ന ചുരുക്കപ്പേര് പിണറായി വിജയന്റേതാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മാസപ്പടി കേസിൽ എല്ലാ വശങ്ങളും പരിഗണിച്ച് നിലപാടെടുത്തില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകാനാണ് സാധ്യതയെന്ന മുന്നറിയിപ്പും നേതൃത്വത്തിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയതിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ED അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ, അത് EDയുടേതായ വഴിക്ക് മുന്നോട്ട് പോട്ടെ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം മുടവൻമുകളിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വാട്ടർ അതോറിറ്റിയുടെ മതിലാണ് ഇടിഞ്ഞു വീണത്. തിരുവനന്തപുരം മൂന്നാമൂട് പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കനത്ത മഴയിൽ കൊല്ലം ചീരങ്കാവിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. കോഴിക്കോട് കൊടിയത്തൂരിൽ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞു. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു വീണു.
ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്നാറിൽ വഴിയോരക്കടകൾ ഒഴിപ്പിക്കും. വഴിയരികിലെ പാർക്കിംഗും നിരോധിച്ചു. ശക്തമായ മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. കാസർഗോഡ് കനത്ത മഴയിൽ പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിൽ വിള്ളൽ രൂപപ്പെട്ടു. കോട്ടയം കടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന പാഴ്മരം കടപുഴകി വീണു. രോഗികളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരുക്കില്ല. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചുണ്ടക്കുന്നിൽ കനത്ത മഴയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് അപകടമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തൃശൂരിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വില്ലടം, ബിൽവട്ടം, ചേറൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകളുടെ മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. പൂച്ചട്ടി ഭവൻ സ്കൂളിന് മുകളിലേക്ക് തേക്ക് മരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്കും സ്കൂളിനും കേടുപാട് സംഭവിച്ചു. രാവിലെ 8:50ഓടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമടിച്ചത്. ചുഴലിക്കാറ്റാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ മരങ്ങൾ കടപുഴകി വീണു. വീടുകളുടെ ഷീറ്റുകൾ വീശിയടിച്ച കാറ്റിൽ പറന്നുപോയി. വില്ലടം, വിൽവട്ടം, ചേറൂർ, കൊഴുക്കുള്ളി മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം വിതച്ചത്. പൂച്ചട്ടി ഭവൻ സ്കൂളിന് മുകളിലേക്ക് തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. LKG ബ്ലോക്കിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ മറ്റത്തൂരിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ 10 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 24 തൃശൂർ. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉടനുണ്ടാകും. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് 5 ഗൺമന്മാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന വിശദവാദത്തിൽ നരഹത്യാശ്രമം ചുമത്തിയതിനെതിരെ കോടതി കർശന നിലപാടെടുത്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാജ്യത്ത് സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറുകൾ ആയിരുന്നു നേരത്തെ അനുവദിച്ചിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ലഭ്യമായ സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളോട് പ്രധാനമന്ത്രി ചെയ്തത് വഞ്ചനയെന്നാണ് കോൺഗ്രസ് വിമർശനം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ നൽകുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണമാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. പദ്ധതിയിലൂടെ 9 സിലിണ്ടറുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 4 ആകും. 2016 പദ്ധതി ആരംഭിച്ച ഘട്ടത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി അനുവദിച്ചിരുന്നത്. നിലവിലുള്ള 300 രൂപ സബ്സിഡി കഴിഞ്ഞാൽ ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടറിന് ഇനി 642 രൂപ നൽകണം. പാചകവാതക വില വർധനയും ഉപഭോക്താക്കളുടെ ഉപയോഗവും കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മോദി പിടിച്ചെടുക്കൽ തുടരുകയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളോട് പ്രധാനമന്ത്രി വഞ്ചനയാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ആരോപിച്ചു. 24 ഡൽഹി. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ BJP. വാർഷികത്തോടനുബന്ധിച്ച് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു. ഇതിനിടെ മണ്ഡല പുനർനിർണയ ഭേദഗതി ബില്ലിൽ DMK-യുടെയും TMC വിമതരുടെയും പിന്തുണ ഉറപ്പാക്കാൻ BJP നീക്കം തുടങ്ങി. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം വാർഷികവും NDA സർക്കാരിന്റെ 12ാം വാർഷികവും ദേശീയ തലത്തിൽ ആഘോഷിക്കാനാണ് BJPയുടെ തീരുമാനം. മോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. വ്യാഴാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി, പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ മാറ്റങ്ങളോടെ അവതരിപ്പിക്കാനാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിനായി തൃണമൂൽ കോൺഗ്രസ് വിമതരുടെ പിന്തുണ ഉറപ്പാക്കും. DMK-യുമായും ചർച്ചകൾ ആരംഭിച്ചതായാണ് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം. 2029 തെരഞ്ഞെടുപ്പുകൾ സംയുക്തമായി നടത്താനാണ് ലക്ഷ്യം വെക്കുന്നത്. 24 ഡൽഹി.
2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ. മന്ത്രി ടി സിദ്ദിഖിന്റെ സാന്നിധ്യത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. 68 വിദ്യാർത്ഥികളാണ് സുൽത്താൻ ബത്തേരിയിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ തുടരുന്നത്. 14 പേർക്ക് പുതുതായി രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച 2 വിദ്യാർത്ഥികളുടെയും ആരോഗ്യനില തൃപ്തികരം. പരിശോധനയ്ക്ക് അയച്ചതിൽ ബാക്കിയുള്ള 19 പേരുടെ ഫലവും വൈകാതെ ലഭിക്കും. 443 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. ഇതിൽ ആശുപത്രി വിട്ട കുട്ടികളും നിരീക്ഷണത്തിലാണ്. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കുന്നുണ്ട്. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ്. മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുക. അപ്പൊ ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളത് പരിശോധിക്കാനുള്ളതായിരിക്കുന്ന പരമാവധി സംവിധാനം ആരോഗ്യവകുപ്പ് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ച് ആരോഗ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരോട് സംസാരിച്ചെടുക്കട്ടെ. നിലവിൽ ചികിത്സയിലുള്ള 68 കുട്ടികളിൽ 26 പേരും ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ്. രോഗലക്ഷണങ്ങളുള്ള വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും പരിശോധന നടത്തും. സംസ്ഥാനത്തെ ഷിഗല്ല വ്യാപനത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട കൂട്ടിച്ചാൽ മതി. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തണം. വൈകിട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ജില്ലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. 24 വയനാട്. അതിനിടെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നലെ പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,000-ലേറെ പേരാണ്. പകർച്ചവ്യാധി വ്യാപന സാഹചര്യം വിലയിരുത്തി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാലമായതോടെ പകർച്ചവ്യാധികളും പടരുന്നു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,853 പേർ. മലപ്പുറത്താണ് പനിബാധിതർ കൂടുതൽ. 2,117 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടുകയാണ്. 11 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി മൂലം ഇന്നലെ 1 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർ ഡെങ്കിപ്പനി മൂലം ഈ വർഷം മരിച്ചു. ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉള്ള വെള്ളം കെട്ടി നിൽക്കുന്നതിൽ നിന്നാണ് അത് മുട്ടയിട്ട് പെരുകി ഉണ്ടാകുന്നത്. അത് ഒരുപാട് ദൂരത്തുനിന്ന് പറന്ന് വന്ന് കടിക്കുന്ന ഒരു കൊതുകല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് ചുറ്റുപാടിലോ ഉള്ള ഒരു ഉറവിട നശീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മഴക്കാലത്ത് ഡെങ്കി തടയാൻ വേണ്ടി. 109 പേർക്ക് ഇന്നലെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു. കൊല്ലത്തും പത്തനംതിട്ടയിലുമായി ഇന്നലെ 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ 132 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും 32 പേർ ഇതുമൂലം മരിക്കുകയും ചെയ്തു. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാരണം H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ 2017 സമാനമായി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ദുരന്ത സാഹചര്യങ്ങളിലേതുപോലെ വിവിധ വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്ന് മന്ത്രിതല യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. KSRTCയിലെ സൗജന്യ യാത്രയ്ക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ സർക്കാർ ആലോചന. മലബാറിൽ ഉൾപ്പെടെ ഓർഡിനറി സർവീസുകളുടെ എണ്ണം കുറവായതിനാലാണ് നീക്കം. സൗജന്യയാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചു. KSRTC ആശ്രയിക്കുന്നത് 10 മുതൽ 12 ലക്ഷം സ്ത്രീകളെന്നാണ് കണക്ക്. സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര നടപ്പിലാക്കുന്നതോടെ കണക്ക് ഇനി ഉയരും. 5,772 ബസ്സുകളാണ് KSRTCയുടെ പക്കലുള്ളത്. അതിൽ അറ്റകുറ്റപ്പണിക്കായി 700 ബസ് കട്ടപ്പുറത്തായിരിക്കും. ഫലത്തിൽ സർവീസ് നടത്തുന്നത് 5,000 ബസ്സുകളെന്ന് ചുരുക്കം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ് കുറവായതിനാൽ സ്ത്രീ സൗജന്യയാത്രയിലെ ഗുണം പ്രതിഫലിക്കില്ലെന്ന വിലയിരുത്തലുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കുവാൻ ആലോചിക്കുന്നത്. കുറഞ്ഞത് 500 ബസ്സെങ്കിലും വേണ്ടിവരും. സൗജന്യയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാളെ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. പിന്നെ പടിപടിയായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് KSRTCയുടെ എല്ലാ സർവീസും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ KSRTC തീരെ കടന്നു ചെല്ലാത്ത ചില കോണുകളിലേക്ക് ഈ സാഹചര്യത്തിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഓർഡിനറിയെന്നും ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏതിലാണോ അത് സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞ് കയറാൻ സാധിക്കും. സൗജന്യയാത്രയ്ക്ക് നൽകുക ഡമ്മി ടിക്കറ്റാകും. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാർക്ക് ചെയ്യും. ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നുള്ളതും ക്രമീകരിക്കും. പദ്ധതി മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച പഠനം KSRTC ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ പിഴവ് സംഭവിച്ചു എന്ന വിലയിരുത്തലുമായി CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് തെറ്റായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി.
കണ്ണൂരിലെ തിരിച്ചടിക്ക് കാരണം സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണെന്ന് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുപറഞ്ഞതും ശ്രദ്ധേയമായി. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേർന്ന CPIM സംസ്ഥാന സമിതിയിലാണ് അധികാരത്തിലിരുന്ന കാലത്തെ പിഴവുകൾ നേതൃത്വം ഏറ്റുപറഞ്ഞത്. തെറ്റ് ഏറ്റുപറഞ്ഞല്ലാതെ ജനവിശ്വാസം ആർജിക്കാനാവില്ലെന്ന മനോഭാവമായിരുന്നു ചർച്ചയുടെ പൊതുവികാരം. നടത്തി കൈപൊള്ളിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേര് തന്നെ കുഴപ്പമായി പോയെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. ഇടത് സർക്കാർ അത്തരമൊരു പരിപാടി നടത്തേണ്ടതില്ലായിരുന്നു. ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ മറ്റൊരു പേരായിരുന്നു ഉചിതമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ചർച്ചയെ തുടർന്ന് ഈ വിമർശനം റിപ്പോർട്ടിന്റെ ഭാഗമാക്കേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി ഒറ്റവരി വിമർശനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ പ്രതിയായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് തെറ്റായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. നടപടിയില്ലാത്തത് സംശയങ്ങൾക്കിടയാക്കിയെന്നായിരുന്നു ചർച്ചയിലെ വിമർശനം. കണ്ണൂരിലെ തിരിച്ചടിയിൽ ജില്ലയിൽ നിന്ന് നേതാക്കൾ നടത്തിയ ഏറ്റുപറച്ചിലാണ് സംസ്ഥാന സമിതിയിലെ ചർച്ചകൾ ഏറ്റവും ശ്രദ്ധേയമായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് തുറന്നു സംബന്ധിച്ച കണ്ണൂർ നേതാക്കൾ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന വിമർശനം ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ധനരാജ് രക്സാക്ഷി ഫണ്ടിൽ വെട്ടിപ്പ് നടന്നില്ലെന്നാണ് ഇപ്പോഴത്തെയും ന്യായീകരണം. ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിന് ശേഷവും V. കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമശ്രദ്ധ ലഭിക്കാൻ കാരണമായതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സമുദായ നേതാക്കളെ ആശ്രയിക്കാതെ നേരിട്ട് ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങാനാവണമെന്നും സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. UDF സർക്കാർ അധികാരമേറ്റിട്ടും സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണത്തിൽ മാറ്റമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാഴ്ച മുൻപ് നടപ്പാക്കിയ നിയന്ത്രണം മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്നാണ് സുരക്ഷാ ജീവനക്കാരുടെ വിശദീകരണം. കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തിയ മാധ്യമ നിയന്ത്രണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. എന്നാൽ VD സതീശൻ സർക്കാർ വന്നതിനു ശേഷവും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ മറ്റ് ഓഫീസുകളിലേക്കും ഏർപ്പെടുത്തി. ബന്ധപ്പെടേണ്ട വകുപ്പുകളിൽ നിന്നുള്ള ശുപാർശയില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും കയറ്റിവിടേണ്ടതില്ല എന്നാണ് കണ്ടോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം. പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. പിന്നാലെ സന്ദർശന സമയം വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയായി പരിമിതപ്പെടുത്തിയിരുന്നു. ഈ സമയക്രമം ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെയും തടയുന്നത്. അധികാരമേറ്റ ശേഷം ആവേശത്തിൽ തുറന്ന സെക്രട്ടേറിയറ്റ് സമരഗേറ്റും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തി കുറ്റപ്പെടുത്തിയവർ അധികാരത്തിലെത്തിയപ്പോൾ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ വിമർശനം ശക്തമാണ്. 24, തിരുവനന്തപുരം. അതിനിടെ സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്കിനെ ന്യായീകരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ആളുകൾ കയറി വലിയ ബഹളമാണ്, ക്രമീകരണം വേണ്ടിവരും എന്നായിരുന്നു പ്രതികരണം. അതല്ല, ഒന്നാമത് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. ഇതിന് ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. കാരണം സാധാരണഗതി 3 മുതൽ 6 വരെ 5 വരെ ആണ് ആളുകളെ പണ്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 24 മണിക്കൂറും ആളുകൾ തിങ്ങിക്കയറി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാധ്യമങ്ങളല്ല, മറ്റുള്ള ആളുകളാണ് വരുന്നത്. അതെന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ അപകടം വരുത്തിവെച്ചതാണ് എന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. മുൻ യാത്രകളിൽ തന്നെ കപ്പലിന് ചെരിവുണ്ടായിരുന്നു. കപ്പലിന്റെ സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനം പൂർണ്ണമായി ഫലപ്രദമല്ലായിരുന്നു. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നും ഷിപ്പിംഗ് മന്ത്രാലയം DGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇത് പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലാണല്ലോ, വരുത്തിവെച്ച അപകടം, വിവരങ്ങൾ. അനുജ, MSC എൽസ 3 2025 മെയ് 24-നായിരുന്നു കൊച്ചി തീരത്ത് മുങ്ങിയത്. ഇപ്പോൾ അത് വരുത്തിവെച്ച ഒരു അപകടം എന്നുള്ളതാണ് DG ഷിപ്പിംഗിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ഹൈക്കോടതിയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഈ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ ഏകദേശം 5 ഡിഗ്രി മുതൽ 27 ഡിഗ്രി വരെ അതിനൊരു ചെരിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് വിഴിഞ്ഞം പോർട്ട് കൃത്യസമയത്ത് തന്നെ ഈ കണ്ടെയ്നറുകൾ കയറ്റുന്ന സമയത്ത് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് തന്നെ 4ാമത്തെ ബ്ലോക്കിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതിന് ചെരിവുണ്ടായിരുന്നു. അതിൽ കണ്ടെയ്നറുകൾ കയറ്റുന്നത് ഇതിന്റെ സ്ഥിരതയെ ബാധിക്കും. ഒപ്പം തന്നെ അതിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു തുടങ്ങിയ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആകസ്മികമായി പെട്ടെന്നൊരു പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള മുങ്ങലായിരുന്നില്ല. അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2016-ൽ ഈ കപ്പൽ ഇതിനു മുൻപ് മുങ്ങിയ സമയത്ത് അതിന് വേണ്ട ഒരു അറ്റകുറ്റപ്പണികളൊന്നും തന്നെ അന്ന് കൂട്ടിയിടിച്ച സമയത്ത് ഈ കപ്പലിൽ നടത്തിയിട്ടില്ല എന്നുള്ളതും
ഈ DG ഷിപ്പിംഗിന്റെ റിപ്പോർട്ടിൽ MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവെച്ചത് എന്ന കണ്ടെത്തൽ വിവരങ്ങളാണ് വിപിൻ സി വിജയൻ നൽകിയത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസ് പിടിയിൽ. ജില്ലാ പഞ്ചായത്ത് ഗ്രേഡ് 1 ഓവർസിയർ നവീൻ രവിയാണ് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. വർഷ ഗിരീഷ് വിവരങ്ങളുമായി. വർഷ, വിജിലൻസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന തുടർന്നാണോ പിടിയിലായത് നവീൻ? കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയറാണ്. ഗ്രേഡ് 1 ഓവർസിയർ നവീൻ രവിയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാൾക്കെതിരെ നിരന്തരമായി പരാതികൾ വന്നിരുന്നു എന്നുള്ളതാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി വിജിലൻസിന് ലഭിക്കുന്നത്. തുടർന്നാണ് ഈ പരാതിക്കാരന് ഈ കൈക്കൂലിയുമായി ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് അയക്കുന്നത്. ശേഷം 10,000 രൂപ വാങ്ങുന്നതിനിടെ ഈ നവീൻ പിടിയിലാവുകയായിരുന്നു. എന്തായാലും ഈ വിജിലൻസ് ഇയാളെ ഇപ്പോൾ ഇവിടെ നിന്നും കൈയോടെ പിടികൂടിയിരിക്കുന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ബില്ല് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസ് പിടിയിലായത്. ചൈനയിലെ പ്രമുഖ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലെ UG PG കോഴ്സുകളിലേക്ക് സൗജന്യ പഠനത്തിനായി 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കുന്നു. ഫ്ലവേഴ്സിന്റെ എറണാകുളം NH ബൈപ്പാസിലുള്ള ഓഫീസിൽ വെച്ച് ജൂൺ 13 രാവിലെ 10 മുതൽ 5 വരെയാണ് അഡ്മിഷൻ. 2026 സെപ്റ്റംബർ ഇൻടേക്കിൽ ചൈനയിലെ പ്രമുഖ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും ഇല്ലാതെ UG PG കോഴ്സുകൾ പഠിക്കുന്നതിനാണ് 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നത്. എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT എന്നിങ്ങനെ നിരവധി കോഴ്സുകളിലേക്കാണ് പ്രവേശനം. അഡ്മിഷൻ, വിസ, ട്രാവൽ സപ്പോർട്ട്, അക്കോമഡേഷൻ, ഫോറക്സ് സേവനങ്ങൾ 24 സ്റ്റഡി അബ്രോഡ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമായിരിക്കും. സ്പോട്ട് രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ അക്കാഡമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും കരുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9019000156 അല്ലെങ്കിൽ 8008000120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. www.24studyabroad.com എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. ന്യൂസ് അവസാനിച്ചു.